ജലീൽ 10ാം ക്ലാസ് മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഇവിടെ ഈ എക്സിബിഷൻ വകുപ്പിനകത്ത് 25 പ്രവാചകന്മാരുടെ പടങ്ങൾ വരച്ചിട്ടുണ്ട്. അതിനകത്ത് സൂചിപ്പിക്കുന്ന ഒരു ചിത്രം 25 പ്രവാചകന്മാരുടെ ആ ഒരു ജീവിത ചരിത്രം ഈ ഒരു ചിത്രങ്ങളിലൂടെ എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് വളരെ മനോഹരമായി 2 ചാർട്ടും തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് ഇൻഷാല്ലാ അറഫയിലേക്ക് പോകാം. എന്താണ് അറഫ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കേൾക്കട്ടെ. ആദ്യം തന്നെ ആദം നബി അലൈഹിസ്സലാമാണ്. ആദം നബി സ്വർഗത്തിലായിരിക്കെ ആദം നബിയും ഹവ്വാ ബീവിയും കൂടെ ഒരു മരത്തിൽ നിന്ന് ഒരു പഴം കഴിക്കുകയുണ്ടായി. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന ആ പഴം കഴിക്കരുതെന്നായിരുന്നു. പക്ഷേ ശൈത്താൻ്റെ പ്രേരണയോട് അത് കഴിക്കുകയും അങ്ങനെ ആദം നബിയും ഹവ്വാ ബീവിയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ഭൂമിയിലേക്ക് അള്ളാഹു പറഞ്ഞയക്കുകയും ചെയ്തു. രണ്ടാമത്തെ നബി ഇദ്രീസ് നബി അലൈഹിസ്സലാമാണ്. എഴുത്തും വായനയും പഠിപ്പിച്ച ആദ്യ നബിയാണ് ഇദ്രീസ് നബി. അടുത്തത് നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി പ്രളയത്തിൽ തന്റെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കപ്പൽ നിർമ്മിക്കുകയും വിശ്വാസികളെ അതിലേക്ക് രക്ഷിക്കുകയും ചെയ്തു. നാലാമത്തെ നബി ഹൂദ് നബി അലൈഹിസ്സലാം. തൻ്റെ സമുദായത്തിലെ അവിശ്വാസികളായ ജനങ്ങളെ അള്ളാഹു കൊടുങ്കാറ്റൊന്ന് നശിപ്പിക്കുകയുണ്ടായി. അഞ്ചാമത്തത് സ്വാലിഹ് നബി അലൈഹിസ്സലാം. കല്ലിൽ നിന്ന് ഒട്ടകം സൃഷ്ടിച്ച മോചിസയായിരുന്നു അത്. ആറാമത്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവിടുത്തെ ജനങ്ങളുടെ വിഗ്രഹങ്ങൾ തകർത്തതിൻ്റെ പേരിൽ തീ വീഴുകയുണ്ടായി. അങ്ങനെ ആ തീ അള്ളാഹു തണുപ്പാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ ഇബ്രാഹിം നബി രക്ഷപ്പെട്ടു. അടുത്തത് ലൂത്ത് നബി അലൈഹിസ്സലാം. ലൂത്ത് നബിയുടെ അവിശ്വാസികളായ സമുദായത്തെ അള്ളാഹു കല്ലുമഴ കൊണ്ട് ശിക്ഷിച്ചു. പിന്നീട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഒരു പെരുന്നാളിൻ്റെ സമയത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാനായി അള്ളാഹു കൽപ്പിച്ചു. അങ്ങനെ ഇസ്മായിൽ നബിയെ അറുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ആട് അവിടെ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുകയും ഇസ്മായിൽ നബിയെ അറുക്കുന്നതിന് പകരം ആ ആടിനെ അറുക്കുകയും ചെയ്തു. അടുത്തത് ഇസ്ഹാഖ് നബി വയസ്സായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ദ്വായിലൂടെ കിട്ടിയ മകനാണ് യാക്കൂബ് നബി. 12 മക്കളായിരുന്നു. അതിൽ ഒരു മകനാണ് യൂസുഫ് നബിയെ അവരുടെ സഹോദരന്മാർ കിണറ്റിലിടുകയും പിന്നീട് യാത്രക്കാർ വന്നപ്പോൾ യൂസുഫ് നബിയെ രക്ഷിച്ച് ഈജിപ്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അടുത്തത് അയ്യൂബ് നബി. തൻ്റെ രോഗത്തെ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് പറഞ്ഞ് സമാധാനത്തോടെ അള്ളാഹുവിൽ ദുആ ചെയ്ത് വിശ്വസിച്ച് നടന്ന ഒരു നബിയായിരുന്നു അയ്യൂബ് നബി. അടുത്തത് ഷുഐബ് നബിയുടെ ജനത വളരെ വിൽപ്പനയിൽ വളരെ വഞ്ചനയും തിന്മയും ഒക്കെ കാണിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഷുഐബ് നബി അവരെ ഉപദേശിക്കുകയും സന്മാർഗത്തിലേക്ക് ആക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇനി മൂസാ നബിയുടെ വടി താഴെ ഇടുമ്പോൾ അത് പാമ്പാവുകയും ആ പാമ്പിനെ പിന്നീട് മൂസാ നബി പിടിക്കുമ്പോൾ അത് വീണ്ടും വടിയായി മാറുകയും ചെയ്ത ഒരു മോചിസയുണ്ട്. പിന്നീട് ഹാറൂൺ നബി മൂസാ നബിയോടൊപ്പം സഹായിയായി വന്ന ഒരാളാണ്. പിന്നെ ദുൽഖിഫ്ലു നബി. അദ്ദേഹം തൻ്റെ പരീക്ഷണങ്ങളെ ക്ഷമയോടെ അതിജീവിച്ച ആളാണ്. പിന്നീട് ദാവൂദ് നബി അലൈഹിസ്സലാം. അദ്ദേഹം ഒരു രാജാവായിരുന്നു. എവിടെ തെറ്റ് കണ്ടാലും അദ്ദേഹം അത് തിരുത്തിയിരുന്നു. പിന്നീട് സുലൈമാൻ നബി അലൈഹിസ്സലാം. അള്ളാഹു സുലൈമാൻ നബിക്ക് പക്ഷികളുടെയും ജിന്നുകളുടെയും നിയന്ത്രണവും അവരുടെ ഭാഷയും പഠിപ്പിച്ചു. അടുത്തത് ഇല്യാസ് നബി അലൈഹിസ്സലാം. ഇല്യാസ് നബിയുടെ സമുദായം നക്ഷത്രങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിച്ചിരുന്നു. അതുകൊണ്ട് ഇല്യാസ് നബി അവരെ ഉപദേശിക്കുകയും സന്മാർഗത്തിലേക്ക് ആക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. അടുത്തത് അൽ യസാ നബി. അദ്ദേഹത്തിൻ്റെ സമുദായത്തിലെ ആളുകൾക്ക് വലിയ വരൾച്ച ഉണ്ടാവുകയും ആ വരൾച്ചയ്ക്ക് വേണ്ടി അവർ ദുആ ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ദുആയുടെ ഫലമായി നല്ല മഴ പെയ്യുകയും ചെയ്തു. അടുത്തത് യൂനിസ് നബി അലൈഹിസ്സലാം. അദ്ദേഹം തൻ്റെ ജനതയെ നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ ആ ജനത അങ്ങനെ വന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ആ നാട് വിട്ടു. കപ്പലിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കപ്പൽ കൊടുങ്കാറ്റിലൂടെ മറിയാൻ പോവുകയും അദ്ദേഹം കടലിൽ നിന്ന് ചാടുകയും ചെയ്തു. അങ്ങനെ കടലിലേക്ക് ചാടിയ സമയത്ത് ഒരു വലിയ മീൻ അദ്ദേഹത്തെ വിഴുങ്ങി. അത് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം അല്ലാതെ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഒരു അപകടം അദ്ദേഹത്തിന് സംഭവിച്ചത്. അങ്ങനെ ആ മീനിൻ്റെ വായിനുള്ളിൽ കിടന്ന് അദ്ദേഹം ദുആ ചെയ്യുകയും അതിനെ തുടർന്ന് ആ മീൻ അദ്ദേഹത്തെ കരയിൽ കൊണ്ടുവിടുകയും ചെയ്തു. അടുത്തത് സക്കറിയ നബി അലൈഹിസ്സലാം. സക്കറിയ നബി വളരെ വയസ്സായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ദുആയിലൂടെ കിട്ടിയ മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാമിൻ്റെ ദുആയിലൂടെയാണ് നല്ല ഈസാ നബിയെ കിട്ടിയത്. ഈസാ നബിക്ക് തൊട്ടിലിൽ തന്നെ കിടന്ന് സംസാരിച്ചു. ആ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ
മറിയം ബീവി ഈസാ നബിയെ കൊണ്ട് നാട്ടിൽ വരുമ്പോൾ ആളുകൾ ഈ മറിയം ബീവിയെ കുറ്റപ്പെടുത്തി. പിതാവില്ലാതെ ഒരു മകൻ എങ്ങനെ